ഓർക്കൂട്ടിന് എന്താണ് സംഭവിച്ചത്? ഗൂഗിൾ എഞ്ചിനീയർ ഓർക്കുട്ട് ബൈ കോർട്ടൻ സൃഷ്ടിച്ച ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് വെബ്സൈറ്റായിരുന്നു ഓർക്കൂട്ട്. ഓർക്കൂട്ട് 2004 ജനുവരിയിൽ ആരംഭിച്ചു. ബ്രസീലിലും ഇന്ത്യയിലും ഇത് പ്രത്യേകിച്ചും ജനപ്രിയവും ആ രാജ്യങ്ങളിൽ കാര്യമായ ഉപയോക്തൃ അടിത്തറയും നേടി. ഉപയോക്താക്കൾക്ക് വ്യക്തിഗത പ്രൊഫൈലുകൾ സൃഷ്ടിക്കാനും സുഹൃത്തുക്കളുമായി കണക്ട് ചെയ്യാനും അപ്ഡേറ്റുകൾ, സന്ദേശങ്ങൾ എന്നിവ പങ്കിടാനും മറ്റുള്ളവരുമായി സംവദിക്കാനും കഴിഞ്ഞിരുന്നു. എന്നിരുന്നാലും പ്രാരംഭ വിജയമുണ്ടായിരുന്നിട്ടും ഫേസ്ബുക്ക് പോലുള്ള മറ്റ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോമുകളിൽ നിന്നുള്ള മത്സരം ഉൾപ്പെടെ നിരവധി വെല്ലുവിളികളെ ഓർക്കുട്ട് അഭിമുഖീകരിച്ചു. ഫേസ്ബുക്കിന്റെ ആഗോള ആകർഷണവും കൂടുതൽ വിപുലമായ ഫീച്ചറുകളും കാലക്രമേണ ഓർക്കൂട്ടിന്റെ ജനപ്രീതി കുറയുന്നതിന് കാരണമായി. ഓർക്കൂട്ടിനെ നവീകരിക്കാനും പുതിയ ഫീച്ചറുകൾ അവതരിപ്പിക്കാനും ഗൂഗിൾ ശ്രമിച്ചിരുന്നു. എന്നാൽ ഫേസ്ബുക്കിന്റെയും മറ്റ് ഉയർന്നുവരുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെയും വർദ്ധിച്ചു വരുന്ന ആധിപത്യത്തോട് മത്സരിക്കാൻ അത് പര്യാപ്തമായിരുന്നില്ല. 2014 ജൂണിൽ സോഷ്യൽ നെറ്റ്വർക്കിന്റെ മാറിക്കൊണ്ടിരിക്കുന്ന ലാൻഡ്സ്കേപ്പും മറ്റുൽപ്പന്നങ്ങളിൽ കമ്പനിയുടെ ശ്രദ്ധയും ചൂണ്ടിക്കാട്ടി ഓർക്കുട്ട് അടച്ചുപൂട്ടുന്നതായി ഗൂഗിൾ പ്രഖ്യാപിച്ചു. 2014 സെപ്റ്റംബർ 30 ഓർക്കുട്ട് ഔദ്യോഗികമായി അടച്ചു. പ്ലാറ്റ്ഫോം അടച്ചുപൂട്ടുന്നതിന് മുമ്പ് നിലവിലുള്ള ഉപഭോക്താക്കൾക്ക് ഗൂഗിൾ ടേക്ക്ഔട്ട് ഉപയോഗിച്ച് പ്രൊഫൈൽ ഡാറ്റ എക്സ്പോർട്ട് ചെയ്യാനുള്ള അവസരം നൽകി. ഓർക്കുട്ട് അടച്ചതിനു ശേഷം ഉപയോക്താക്കൾ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലേക്ക് കുടിയേറി. ഓർക്കൂട്ടിന്റെ പാരമ്പര്യം അതിന്റെ പ്രതാപകാലത്ത് അത് ഉപയോഗിച്ചവരുടെ ഓർമ്മകളിൽ മാത്രം നിലനിൽക്കുന്നു.